അപ്പം നന്നായിട്ട് തിളച്ച് വന്ന് നമുക്ക് അതിലേക്ക് എന്തിടാം? തലയിടാം. വാ. ഹലോ, വെൽക്കം ബാക്ക് ടു എൻ്റെ പോയിന്റ്. ഇന്നൊരു സ്പെഷ്യൽ കറിയാണ്. ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ തലക്കറി വെക്കാമെന്ന് വിചാരിച്ച് തല വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മീൻ നമ്മൾ ചൂരയാണ് വാങ്ങിച്ചത്. ചൂരയുടെ കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. തല തന്നെ വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വാങ്ങിച്ച ചൂരയുടെയും തല വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തല എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു തലക്കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ സ്പെഷ്യൽ തലക്കറിയാണ്. പൂച്ചകൾ ബഹളം വെക്കുക. അപ്പോൾ നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് പോകാം. എന്നിട്ട് നന്നായിട്ട് കഴുകി വെച്ച ശേഷം രാത്രിയിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി കഴുകി വൃത്തിയാക്കിയ ശേഷം വൈകുന്നേരം കാണാം. അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരം പുട്ടും തലക്കറിയും കൂടെ കഴിക്കാം. ഞാനപ്പോൾ തലക്കറി ഉണ്ടാക്കാൻ പോവാണ്. അത് അടുപ്പത്തൊരു ശേഷം വേണം എനിക്ക് പുട്ടുണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഈ ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചങ്ങോട്ട് എടുക്കാം നമുക്ക് ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് മീൻകറി വെക്കുന്ന പോലെ തന്നെയാണ് ഞാൻ തലക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കഷ്ണങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചു എടുത്തിട്ടേ ഇല്ല. ഇതെല്ലാം കൂടിയാണ് നമുക്ക് ഈ ചെറിയ ഉള്ളി, ഈ വെളുത്തുള്ളി, ഇഞ്ചി കൂടി നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ചതയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ചട്ടി ഒന്ന് ചൂടാവാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണമല്ലോ. അപ്പം ആ സമയം കൊണ്ട് നമുക്കിതൊന്ന് ഇടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിയൊരു കല്ലിൽ, ഇടികല്ലിലോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാലിലിട്ടിട്ട് ചതച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇടിച്ചെടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇടിക്കാം. ഇടയ്ക്കൊന്ന് ഇതുപോലെ മറിച്ചും തിരിഞ്ഞിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ചട്ടി ചൂടായെന്ന് നോക്കണം. വെള്ളം അതിനകത്ത് പറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലാണെങ്കിൽ ഒറ്റ കറക്കാം. പക്ഷേ ഇതൊരു പ്രത്യേക രുചിയാണ്. കറക്റ്റായിട്ട് നമുക്ക് ചതഞ്ഞ് വരത്തുള്ളൂ. ഇടികളിലൊക്കെ ആകുമ്പോൾ നമുക്ക് കറിക്കൊക്കെ നമ്മൾ അരയ്ക്കുമ്പോഴും അമ്മിക്കല്ലിൽ അരയ്ക്കുന്നതിൻ്റെക്കാളും ഒരു ടേസ്റ്റ്, ആ ടേസ്റ്റിനേക്കാളിലും കുറവാണ് മിക്സിയുടെ ജാറിൽ അരയ്ക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ തലക്കറിയല്ലേ, ആദ്യമായിട്ട് ഉണ്ടാക്കുമല്ലേ, ഇച്ചിരി ടേസ്റ്റിലായിക്കോട്ടെ. അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, അല്ല ചട്ടി ചൂടായി, നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കണ്ണ് നീറും, ഉള്ളിയല്ലേ ചതയ്ക്കുന്നേ. എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ബാക്കിയുള്ളത് കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ 2 പച്ചമുളകും കൂടി ഒന്ന് വഴറ്റാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കണ്ണ് നീറും കേട്ടോ, ചെറിയ ഉള്ളി ആയതുകൊണ്ട്. ഇടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണ് നീറും. എന്നാലും കറി കൂട്ടുമ്പോൾ നമ്മുടെ വിഷമം എല്ലാം അങ്ങ് മാറും. നാളെ ഓഫീസിൽ കൊണ്ടുപോയി തല കൊടുക്കണം. എല്ലാവരും ഞെട്ടണം, അതെന്താ ഇത് തലക്കറിയോ? അപ്പം എണ്ണ ചൂടായി വന്നു. നമുക്കതിലേക്ക് കുറച്ച് ഉലുവായിട്ട് കൊടുക്കാം. ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇത് ഒരു 5-6 കടുക്. കടുക് നിർബന്ധമില്ല. കടുക് ഞാൻ ഒരു 5-6 ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ. കറിവേപ്പില, കറിവേപ്പിലൊക്കെ നമുക്ക് നന്നായിട്ട് കിടന്നോട്ടെ. നല്ല മണവും കറിക്കൊക്കെ നല്ല മണമൊക്കെ വരട്ടെ. ഇട്ട് കൊടുത്തു. അപ്പോൾ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിനി നമ്മൾ ഇടിച്ച് വെച്ച് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്ന് പേസ്റ്റ് പോലെ ആവണ്ട, ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതി. ഇതിനകത്ത് കിടന്നിട്ട് വേകാനുള്ളതല്ലേ. അപ്പം അതുകൊണ്ട് ഒരുപാട് പേസ്റ്റുകളൊന്നും അരച്ചെടുക്കരുത്. നമ്മൾ അവിയലൊക്കെ ചതയ്ക്കുന്ന ഒരു രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി. ചിലർ നന്നായിട്ട് പേസ്റ്റ് ആക്കും. അത് നമ്മൾ ചാറുകറിയൊക്കെ വെക്കുവാണെങ്കിൽ തേങ്ങ അരച്ചൊക്കെ വെക്കുന്നത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയാൽ മതി. ഇതിനങ്ങനെ പേസ്റ്റ് ആക്കാൻ മതി. ഒരു ശകലം ഉപ്പിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഉപ്പിട്ട് വെള്ളത്തിനകത്ത് ഉപ്പും പുളിയും ഇട്ട് വെച്ചിട്ടുണ്ടാകുന്നത് അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കത്തുള്ളൂ. നമുക്ക് പെട്ടെന്ന് വയലാനായിട്ട് ചേർത്ത് കൊടുത്തു. നമ്മൾ വെള്ളത്തിനകത്ത് ഉപ്പും ഇട്ട് കുടംപുളി കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. നന്നായി കഴുകിയ കുടംപുളി ഉപ്പും കൂടെ ഇട്ട് വെച്ചു. അപ്പം അതൊന്ന് നന്നായിട്ട് കുന്നു വരും. അപ്പം നമ്മൾ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ വഴഞ്ഞു വരുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട്
ഉപ്പെല്ലാം ഇറങ്ങിയിരിക്കും. അപ്പോൾ ആ വെള്ളം നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ഇടാം, വേണ്ടാത്തവർക്ക് ഇടണ്ട കേട്ടോ. പക്ഷേ കറിക്കകത്തൊരു കിടക്കുമ്പോൾ മുളക് കിടക്കുന്ന കാണാൻ ഒരു ഭംഗിയാണ്. 2 അപ്പോൾ അത് നമ്മളങ്ങോട്ട് മാറ്റി വെച്ചു. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം നന്നായിട്ടെല്ലാം വഴണ്ടി വന്ന മിക്സിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 2, പിന്നെ ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളുക, നമ്മുടെ ഇഷ്ടമാണ് എരിവ്. അപ്പോൾ കുറച്ച് എരിവ് മതിയുള്ളവർ കുറച്ച് ചേർത്ത് കൊടുക്കുക, പൊടി ചേർത്ത് കൊടുത്തോളുക. ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. എരിവുള്ള മുളക് പൊടിയാണേ, കളറ് കുറച്ച് കുറവായിരിക്കും, അതുകൊണ്ട് മുളക് പൊടി അത്രയും ചേർത്ത് കൊടുത്തു. നമുക്കിതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാകുന്ന വരെ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു നല്ല മണമൊക്കെ വരും. അപ്പോൾ അതും വന്ന ശേഷം നമ്മൾ എടുത്തു വെച്ച പുളിയും ഉപ്പും കൂടിയുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുവാണ്. ഫുള്ള് ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, രസത്തിൻ്റെ ഒക്കെ ടേസ്റ്റ്. രസമൊക്കെ വെക്കുമ്പോൾ വരുന്ന പോലെ. ആഹാ, ഉപ്പ് കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. ഉപ്പും പുളിയും എല്ലാം നന്നായിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റ്. നമുക്കൊന്ന് അടച്ചു വെക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പം നന്നായിട്ട് തിളച്ച് വന്ന് നമുക്ക് അതിലേക്ക് എന്തിടാം? തലയിടാം. വാ, അപ്പം നന്നായിട്ട് നമ്മൾ എല്ലാം അങ്ങോട്ട് ഇറക്കി വെച്ചു. നമുക്ക് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കാം. കണ്ണോടുകൂടിയാണ് നമ്മൾ തലയൊക്കെ കിടക്കുന്നത്. കണ്ണൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇടണം. കണ്ടോ? അപ്പം നമുക്കിതിനെ അടച്ച് വയ്ക്കാം. നന്നായിട്ട് അങ്ങോട്ട് വെന്ത് വരട്ടെ. അപ്പോൾ തലക്കറി കഴിക്കാനായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നുകിൽ കപ്പപ്പുഴുക്കോ അല്ലെങ്കിൽ ചക്കപ്പുഴുക്കോ അല്ലെങ്കിൽ ഇത് പലഹാരമൊക്കെ ആയിരിക്കണം. അപ്പോൾ എനിക്കിന്ന് വൈകുന്നേരം പുട്ടും തലക്കറിയും കൂടിയാണ്. അപ്പോൾ ഞാൻ പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത് നനച്ചിട്ട് നമുക്ക് പുട്ട് ഇപ്പുറത്തെ അടുപ്പത്തോട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കറി അവിടെ വേകുമ്പോഴത്തേക്ക് നന്നായിട്ടൊക്കെ തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് സിമ്പിളാക്കി വെച്ചു. അപ്പോൾ അത് നന്നായിട്ട് അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പുട്ടിന് നനച്ചെടുക്കാം. പുട്ട് ഇപ്പോഴത്തെ അടുപ്പത്തോട് ഞാൻ വെള്ളം ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. പൊടി എടുത്തു, അരിപ്പൊടിയാണ്. നമുക്ക് നന്നായിട്ട് ശകലം വെള്ളം ഒഴിച്ചൊന്ന് നനച്ചു കൊടുക്കാം. തേങ്ങായും ചെറിയ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർന്ന് നമുക്ക് പെട്ടെന്ന് ഒരു കുറ്റി പുട്ടായി വരാൻ വലിയ സമയമൊന്നും വേണം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. തേങ്ങ നമ്മൾ താഴേക്ക് ഇട്ട് കൊടുത്തു. നമുക്ക് ഇനി നനച്ച് വെച്ച് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തേങ്ങ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. ഞാൻ ഒറ്റ കുട്ടിക്ക് ഉദ്ദേശിച്ചു, പക്ഷേ പൊടി നശിപ്പിച്ചിട്ട് കൂടിപ്പോയി. അപ്പം അതിരിക്കട്ടെ. നമുക്ക് നാളെ രാവിലെ പുട്ടും തലക്കറിയും കൂടെ കഴിക്കാം. വാവ്, ഇവിടെ നോക്കിക്കാ കിടപ്പ് കണ്ടോ? 4 പേരാ കിടക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഞാൻ കൈയൊന്ന് കഴിയിട്ട് വരട്ടെ. പുട്ടാകുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ടിരിക്കാം. അപ്പം നമ്മുടെ കറിയുടെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. ഇതാ പുട്ടിനായി വന്നു. കറിയൊക്കെ നന്നായിട്ട് ചാറൊക്കെ ഒന്ന് പറ്റി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പം കറക്റ്റ് എരിവും പുളിയും ഒക്കെ ആണെന്ന് നോക്കട്ടെ. നല്ലതാ, ചുമ്മാ നല്ല ഇങ്ങനെ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് പറയുന്നത്. അടിപൊളിയാ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് തലക്കറിയുടെ ടേസ്റ്റ് തന്നെ നോക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്.
അപ്പം പുട്ടായി വന്ന് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് പ്ലേറ്റിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ചൂട് പുട്ടിലേക്ക് നമുക്ക് ഇവരെ അങ്ങോട്ടിടാം. വാ, ചാറൊക്കെ ദാ ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കണം. വാ, പുട്ടും നമ്മുടെ തലക്കറി. അപ്പോൾ നമ്മുടെ ചൂട് പുട്ടും നല്ല അടിപൊളി കറിയും കൂടി ഇതാ ഇങ്ങനെ അങ്ങോട്ട് കുഴച്ച് മിക്സാക്കി എടുത്തിട്ട് ഇരാകം. ഞാൻ വിചാരിച്ചു എല്ലാവരും വെറുതെ പറയുന്നു, പക്ഷെ അല്ല, നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, പറയാൻ വാക്കുകളില്ല. എല്ലാവരും പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിക്കാനൊന്നുമില്ല, പക്ഷെ രുചിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അൺബിലീവബിൾ. അടിപൊളി, നല്ല സോഫ്റ്റ് പുട്ട്, നല്ല അടിപൊളി, നല്ല എരിവും പുളിയൊക്കെ നല്ല കറി. അപ്പം മക്കളെ, തലക്കറി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. കൂട്ടിയിട്ടില്ലാത്തവർ എന്നെപ്പോഴൊക്കെ ആദ്യമായിട്ട് കിട്ടുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ ടേസ്റ്റ് ചെയ്യണം. ഞാൻ ക്ഷണിച്ചു തരട്ടെ സകലം ഒരു പ്രാവശ്യം. അപ്പോൾ ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോസ് ഇനി കാണാം. അപ്പം പുട്ടും തലക്കറിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കണം. തലക്കറി ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, വേറെ രീതിയിലാണെങ്കിൽ അതും കൂടി ഒന്ന് പറയണം. അപ്പം നമുക്ക് അതും കൂടി ചെയ്ത് നോക്കാമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഇന്നത്തെ ദിവസം ഇതൊക്കെ ഉണ്ടാക്കി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോസിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. തലക്കറി കൂട്ടി ഞാൻ കഴിക്കട്ടെ. ബായ്.